ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വലതുകാലുകൊണ്ട് കയറി ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടി പള്ളിക്കുള്ള കയറി. പിന്നെ പള്ളിയിൽ ഇരിക്കുന്നത് മുതൽ രണ്ട് ഖുതുബയും ദുആയും കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുന്നത് വരെയും ഞാൻ ആരുടെ കൺട്രോളിലാണ്? അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നത് എവിടെയാണ്? എന്റെ റബ്ബിന്റെ മുമ്പിലാണ്. നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത് നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിലാണ്. അപ്പൊ ആ അല്ലാഹുവിന്റെ മുമ്പിൽ എങ്ങനെ ഇരിക്കുന്നു അവന്റെ അടിമ? നമ്മുടെ വാപ്പയുടെ മുമ്പിൽ, അല്ലെങ്കിൽ നമുക്ക് വയസ്സിന് പ്രായമുള്ള മുതിർന്ന ആളുടെ മുമ്പിൽ നമുക്ക് ഇരിക്കാൻ ഒരു മര്യാദ ഉണ്ടാവും. വാപ്പയുടെ മുമ്പിൽ കാലും മടക്കി മേലെ കുത്തിയിരിക്കാൻ കഴിയുമോ? അല്ലെ വാപ്പയുടെ മുമ്പിൽ മുണ്ട് മടക്ക് കുത്തി നിൽക്കാൻ കഴിയുമോ? നിൽക്കുന്ന മക്കളുണ്ട്, കാലം വേറെയാണ്. അപ്പൊ അങ്ങനെയുള്ള മക്കളെ കൊണ്ട് കാത്തിരിക്കട്ടെ, നല്ല മക്കളെ തരട്ടെ. അങ്ങനെ നിൽക്കുന്നവരുണ്ട്. പക്ഷെ റബ്ബിന്റെ മുമ്പിൽ വരുമ്പോൾ അടിമയാണെങ്കിൽ അത് അല്ലാഹു പുറത്തു തരാൻ അവന്റെ അടിമകൾക്ക് കഴിയും. വാപ്പ പുറത്തു തരാൻ വിഷയമില്ല. പക്ഷെ അവിടെ അമ്മ പുറക്കൂല എന്നൊരു വിഷയമുണ്ട്, മറക്കല്ല. അപ്പോ പള്ളിയിലേക്ക് കടന്നു വരുന്നത് മുതൽ, അത് ജുമയ്ക്കല്ല, അതെപ്പോഴായാലും ഏത് സമയത്താണ്, ഇത് പള്ളിയിലാണ്. ഇവിടെ നോക്കാനിരിക്കുന്നവൻ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ആള് ആരാണ്? റബ്ബാണ്, അവന്റെ മലക്കുകളാണ് എന്ന ബോധമാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ആ ചിന്ത ഉണ്ടെങ്കിൽ പള്ളിയിൽ കടന്നു വരുമ്പോൾ ബിസ്മി പറയും, വലത് കാല് വെച്ച് പള്ളിയിൽ കയറും, കയ്യായി ഉടനെ ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെക്കും. പിന്നെ ആ സമയം മുതൽ ദുനിയാവിന്റെ വർത്തമാനങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ പള്ളിക്കകത്തിരുന്ന് ദുനിയാവുമായി ബന്ധപ്പെട്ട വർത്തമാനം ഓരോ സെന്റൻസ് സംസാരിക്കുന്നതോടെ എത്ര കൊല്ലത്തെ എത്ര വർഷത്തെ അമൽ മാത്രമേ പോകും. ദുനിയാവായ സംസാരം പള്ളിയിൽ സംസാരിച്ചാൽ 40 വർഷം ആയുസിൽ 40 പോലും നമുക്ക് എത്തിയിട്ടുണ്ടാവില്ല പലർക്കും. അപ്പൊ ഒരു സെന്റൻസ് ദുനിയാവായ, അതായത് ദുനിയാവിൽ പള്ളിയുമായി ഉപകാരമില്ലാത്ത, പള്ളിയുമായി ടച്ചില്ലാത്ത, ഇബാദത്തുമായി കണക്ഷനില്ലാത്ത, ഒരു ആഹവുമായി ബന്ധമില്ലാത്ത വർത്തമാനം പള്ളിക്കിരുന്ന് സംസാരിക്കുന്നതോടുകൂടി അവന്റെ 40 വർഷത്തെ അമൽ ബാത്തിലാവുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ജുമയ്ക്കകത്തിരുന്ന് പ്രത്യേകിച്ച് ഖുതുബയുടെ സമയത്തിരുന്ന് സംസാരിച്ചാൽ, മുഅദ്ദിൻ വാളെടുത്ത് മഅശറൽ മുസ്ലിമീൻ വിളിച്ച് വാളെടുക്കുന്നത് മുതൽ ഖുതുബ തുടക്കം മുതൽ നിസ്കാരത്തിന്റെ അസ്സലാമു അലൈക്കും എന്ന ഒന്നാമത്തെ സലാമിന്റെ ഇടവരെയും സംസാരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാത്ത പലരും ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ പോയി തിരിച്ചു വന്നാൽ ഈ അസറിന് ബാക്കിലോട്ട് പോയി പോകും. അതുകൊണ്ട് പലരും ബഹറിന് ഉച്ചയ്ക്കുള്ള ചാപ്പാട് പോലും കഴിക്കാതെ അവിടെ ഇരുന്ന് അസർ നിസ്കരിച്ചിട്ട് പോയി കഴിക്കുന്ന ആളുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പള്ളിയുടെ ഫ്രണ്ടിൽ ഇരിക്കാൻ സ്ഥലം കിട്ടൂല എന്ന് വേറെ സഹാബികളല്ല, അവർക്കെല്ലാം ആ ആഗ്രഹമുള്ളവരാണ്. ഇന്ന് നമ്മളൊക്കെ ആണെങ്കിലോ എവിടെയെങ്കിലും പോയാലും ഏതെങ്കിലും മൂലയിൽ പോയി ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്തിനു വേണ്ടിയിട്ട്? നീ അള്ളാഹുവിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ, പടച്ചിറപ്പ് നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആ ഒരു രൂപത്തിലല്ലേ ഇരിക്കേണ്ടത്? നിന്റെ ഈമാനല്ലേ അത്? അപ്പൊ നിന്റെ ഈമാൻ അളന്നു നോക്കാൻ സമയമായി എന്ന അർത്ഥമാണ്. അത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പള്ളിയിലെ ഫ്രണ്ട് സഫുകൾ, ഓരോ സഫുകളും ക്ലിയറാക്കി മുന്നോട്ട് പോകണം. ചില ആളുകൾ ആദ്യമേ പള്ളിയിൽ വന്നിരിക്കാം, വലിയ ഭാഗ്യം കിട്ടിയവരുണ്ടാവും ജുമയ്ക്ക്. ആ ജുമയ്ക്ക് ഭാഗ്യം കിട്ടിയവരുടെ ലിസ്റ്റിലേക്ക് തഖദ്ദമൂ മിൻ അൻഫുസികും തഖദ്ദമൂ ലിഅൻഫുസികും തഖദ്ദമൂ ലിഅൻഫുസികും മാലാഖമാർ വന്ന് ജുമയ്ക്ക് അവരുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാ? ഇമാമിന്റെ മിഹ്റാബിൽ നിന്നാണ് മാലാഖമാർ കടന്നു വരുന്നത്. ഈ മിഹ്റാബിൽ നിന്നുകൊണ്ട് ആ മാലാഖമാർ ഓരോ സഫ് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും മിഹ്റാബിൽ നിന്ന് ഇറങ്ങിയാൽ അത് ഒന്നാമത്തെ സഫാണ്, രണ്ടാമത്തെ സഫാണ്, മൂന്നാമത്തെ സഫാണ്. ഇതേ ഓർഡറിലെ മലക്കുകൾ കടന്നു വരും. അപ്പൊ നാളെ റബ്ബിന്റെ കോടതിയിൽ പോകുമ്പോൾ ജുമയുടെ നിന്റെ സ്ഥാനം അനക്കുമ്പോൾ, ജുമയിൽ ഇന്ന ദിവസത്തെ സഫ് എവിടെയാണെന്ന് നോക്കുമ്പോൾ, ഞാൻ ഒന്നാം സഫിലുണ്ടായിരുന്നു, രണ്ടാം സഫിലുണ്ടായിരുന്നു, മൂന്നാം സഫിലുണ്ടായിരുന്നു നോക്കുമ്പോൾ ഈ സഫ് നാളെ അമലിന്റെ, ജുമയുടെ അമലിന്റെ കൂലിയെ അളക്കാൻ കാരണമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട്
പള്ളിയിൽ ഏത് പള്ളിയിൽ പോയാലും ഫ്രണ്ടിലോട്ട് ഇരിക്കാൻ നമ്മൾ തയ്യാറാവണം. അത്യാവശ്യം ഉറങ്ങിപ്പോകുമെന്നൊക്കെ പേടിയാണെങ്കിൽ അള്ളാഹുവിന്റെ പള്ളിയിലല്ലേ ഇരിക്കല്ലേ, ഉറങ്ങിയാലെന്താ പ്രശ്നം? ഉറങ്ങിപ്പോയ പ്രശ്നം എന്താ? ഇബാദത്താണ്. ഉറക്കോ ഇബാദത്താണല്ലോ. അത് ഇബാദത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ക്ഷീണം ഉറങ്ങിപ്പോകും. ആര് കണ്ടാൽ പള്ളിയിൽ ഇരിക്കല്ലേ. ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയാലും ഏതെങ്കിലും മൂലയിൽ പോയി ഇരുന്ന് അതകേട് വാങ്ങി വെള്ള ഈമാനെ ചുരുക്കിക്കൊണ്ടേക്കാളും ഈ ഉറക്കം കൂലിക്ക് ഉള്ളതാണ്. ആ മലക്കൾ പേര് വാങ്ങി ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പേര് വെക്കില്ല. ഉറങ്ങാതിരിക്കാൻ നിസ്കാരം കുത്തുബമുണ്ട്. അല്ലാത്ത സമയത്ത് അല്പം ഒന്ന് ഉറങ്ങിപ്പോയാൽ ഇരുത്തത്തിലുള്ള ഉറക്കം അത് ഇബാദത്തിന്റെ കൂലിപ്പെടും. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളാണ് നമ്മൾ പലരും നിസ്സാരമായി കാണുന്നതാണ്. ഇത് മുഹറം മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാണ്. എത്ര വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ഓരോ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നും നിങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ, ഓരോ വെള്ളിയാഴ്ചകളിലും അതല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലും നിങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങൾ, വാളുകൾ, ബയാനുകൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് തട്ടുകയില്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അത് ഇറങ്ങിപ്പോകുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഓരോ വെള്ളിയാഴ്ച കഴിയും തോറും എന്റെ തഖ്വ കൂടുന്നുണ്ടോ, വർദ്ധിക്കുന്നുണ്ടോ? ഇന്നലെ എവിടെയായിരുന്നു, ഇന്ന് എവിടെയാണെന്ന് ചിന്തിക്കേണ്ട സമയമാണ്. അങ്ങനെ ചിന്തിക്കാതെ എല്ലാ വെള്ളിയും ഒരുപോലെ, എല്ലാ ജുമയും ഒരുപോലെ, എല്ലാ വർഷവും നോമ്പും ഒരുപോലെ, ഒരു മാറ്റമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. മനുഷ്യ, നാളെ അസ്റായീലിനെ കണ്ടുമുട്ടുന്ന നേരമുണ്ട്. സംശയം ഉണ്ടാകുമെങ്കിലും അസ്റായീൽ വരില്ലെന്ന് സംശയമുണ്ടോ? ഇല്ലല്ലോ. ഞാനടക്കം നിങ്ങളടക്കം നമ്മുടെ ചിന്തയും നമ്മുടെ സമയവും ഓർമ്മയും എല്ലാം അസ്റായീലിന്റെ കൂടെ ഉണ്ടാവണം. ഖുർആനിന്റെ സത്യമായ വാക്യമാണ്. നാളെ അസ്റായീലിനെ നീ കണ്ടുമുട്ടുമ്പോൾ, നാളെ മരണം നിന്റെ മുമ്പിൽ എത്തുമ്പോൾ, എടാ നിന്നെ ഇനി ആരാ രക്ഷിക്കാം? നിന്റെ കൂടെ കൈ പിടിച്ച് നടന്ന നിന്റെ കൂട്ടുകാരൻ ഈ മരണ സമയത്ത് വരുമോളാ? ഇവിടെ വരാകുമ്പോൾ സത്യത്തിൽ നമുക്ക് നമ്മുടെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയല്ല, മറിച്ച് മരണത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാ. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നമ്മൾ അല്ലാഹുവിനെ ഓർത്ത് പരലോകത്തേക്ക് എന്നാണ് സമ്പാദിച്ചതെന്ന് സ്വന്തം ആത്മാവിനോട്, സ്വന്തം റൂഹിനോട് ചോദിച്ചു നോക്കണം. ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ കാലം നമ്മൾ ചിന്തിക്കേണ്ട വലിയ കാര്യമുണ്ട്. ഹിജ്റ എന്നാൽ അത് മാറ്റമാണ്. പുതിയ ഹിജ്റ വർഷം എന്നാൽ നമ്മളൊരു പുതിയ മനുഷ്യനാകണം. അതായത് പുതിയ നന്മകൾ ചെയ്യണം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. അതാണ് ഹിജ്റയുടെ ആരംഭം. ഹിജ്റ എന്ന സന്ദേശം അതാണ്. അതുകൊണ്ട് തിന്മകൾ എന്നുമെല്ലാം നമ്മൾ ഓടി മറഞ്ഞുപോയി നന്മകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. മുഹറം മാസത്തില് മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പെടുത്ത് ആശൂറാ ദിനത്തിൽ നമ്മൾ നോമ്പെടുത്ത് ദുആ ചെയ്ത് കാണിച്ച ആ വലിയ ആത്മീയമായ തഖ്വയും ആവേശവും ഈ മാസം അവസാനിച്ചാലും നമ്മുടെ ഖൽബിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറാൻ പാടില്ല. മരണത്തിലേക്കാണ് ഞാനും നിങ്ങളും അടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മാസം കഴിയുമ്പോഴും, ഓരോ വെള്ളിയാഴ്ച കഴിയുമ്പോഴും, ആ വെള്ളിയാഴ്ച ഏതോ ഒരു വാരത്തിന്റെ വെള്ളിയാഴ്ചയുടെ ഒരു സമയത്ത്, ഏതോ ഒരു ദിവസത്തിൽ അസ്റായീൽ എന്റെ റൂഹിൽ കൊണ്ട് പോകുന്നുണ്ട്. ആ ചിന്തയോട് ജീവിക്കുന്ന മുഅ്മിനിന് എങ്ങനെ അഹങ്കാരമുണ്ടാകും? ഈ ദുനിയാവിൽ എങ്ങനെ ധിക്കാരത്തോട് കൂടി ജീവിക്കാൻ കഴിയും? അല്ലാഹുവിന്റെ മുമ്പിൽ ധിക്കാരിയായി എങ്ങനെ ഇരിക്കാൻ അവന് കഴിയും? മരണചിന്തയില്ലാതെ, മരണത്തെ കുറിച്ച് ഓർക്കാതെ, മരണത്തെ വിലമതിക്കാതിരിക്കുന്നവനല്ലാതെ ഒരു മുഅ്മിനിന് കഴിയൂല. മരണം
നിസ്സാരമല്ല, മരണം പ്രശ്നമല്ല, മരിക്കട്ടെ, ജനിച്ചാൽ എന്നാലും മരിക്കുമല്ലോ, ഈ ചിന്തയോട് ജീവിക്കുന്നവരോട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു ചിന്തയോടുകൂടി ദുനിയാവിലെ അഹങ്കാരത്തിൽ ജീവിക്കുന്നവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വാപ്പ എന്റെ ഉമ്മ സർവ്വം നഷ്ടപ്പെടുകയാണ്, നീ അവിടെ ഒറ്റയ്ക്കാണ്, പിന്നെ ഉള്ളത് നിന്റെ നന്മയാണ്. അതല്ലെങ്കിൽ നിനക്ക് വേണ്ടി ആരെങ്കിലും ചെയ്യുന്ന നന്മകൾ, ഉപകാരപ്പെട്ട നന്മകൾ, ഇഖ്ലാസുള്ള നന്മകൾ ഉണ്ടെങ്കിൽ, ദുആകളുണ്ടെങ്കിൽ അത് ലഭിക്കും. അപ്പൊ ദുനിയാവിൽ നാം ചെയ്യേണ്ടത് ഇതുപോലുള്ള നല്ല നല്ല നന്മകൾ ചെയ്യാൻ പറ്റിയ കൂട്ടുകാരെ നമ്മളെ കൂട്ടത്തിരണം. ആ കൂട്ടം നമുക്ക് വേണം, നന്മയുടെ കൂടെ ചേരണം. സ്വന്തമായി നന്മകൾ ചെയ്യാൻ താല്പര്യപ്പെടണം. എന്തിനു വേണ്ടിയിട്ട്? മരണമെന്ന സത്യം അത് നമ്മൾ എല്ലാവരും രുചിക്കുക തന്നെ ചെയ്യും, അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന ഓർമ്മ നമ്മളെപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവണം. അല്ലാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ തിന്മകളിൽ നിന്ന് അകന്നു നിന്ന് യഥാർത്ഥ മുഹാജിറായി, യഥാർത്ഥ ഹാജിമാരായി, യഥാർത്ഥ മുഹാജിറുടെ കൂട്ടത്തിൽപ്പെട്ട്. ഏതാണ് മുഹാജിർ? തിന്മയോട് സലാം ചൊല്ലി, തിന്മയെ എല്ലാം ബാത്തിലാക്കി കളഞ്ഞ് സർവ്വ തിന്മകളോടും യാത്ര പറഞ്ഞുള്ള നന്മയിലേക്കുള്ള യാത്ര, നന്മയിലേക്കുള്ള ഒരു മുഹാജിറായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വരാനിരിക്കുന്ന മാസങ്ങൾ, ഇനി സഫർ മാസം വരുന്നു. അതിൽ ഞാൻ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, മുത്തനബിയുടെ ജന്മമാസമാണ്. കർമ്മങ്ങൾ കൊണ്ട് നന്മ സ്വീകരിക്കാൻ നാം തയ്യാറാണ്. അല്ലാഹു നമ്മുടെ ആയുസ്സിൽ, ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വീഴ്ചകളും തെറ്റുകളും കുറവുകളും എല്ലാം അല്ലാഹു പുറത്തു തരട്ടെ. പരലോകത്തേക്ക്, ആഖിറത്തിലേക്ക്, ഖബറിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമ്മ അനേവരെയും ഒത്തൊരുമിച്ച് ഖബറിലേക്ക് തന്ന് അവന്റെ യഥാർത്ഥ സ്നേഹമുള്ള അടിമകളുടെ കൂട്ടത്തിൽ, അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മൾ അല്ലാഹു ചേർത്തുമാറാകട്ടെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ആ ചോദ്യം നിങ്ങളുടെ ഖൽബിലേക്ക് വരണം. നാളെ മരണസമയത്ത് ആരുണ്ടാവും നമ്മുടെ കൂടെ? നാളെ മരിക്കുന്ന സമയത്ത് അസ്റായിലെ റൂഹ് പിടിക്കുമ്പോൾ, നമ്മളെ റൂഹ് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് കൽമ പറഞ്ഞു തരാൻ, ഒരു സ്കൂൾ വെള്ളമെടുത്തു തരാൻ നമുക്ക് ആരുണ്ട് ദുനിയാവിലെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കണേ മുഅ്മിനീങ്ങളെ. അസ്റായിലെ റൂഹ് സക്രാത്തിന്റെ അവസ്ഥ നമുക്കറിയാം. 40 ദിവസം വരെ സക്രാത്ത് ഉണ്ടാവും. 40 നാൾ വരെ ചുരുങ്ങിയ സക്രാത്തിന്റെ അവസ്ഥ ഉണ്ടാവുന്ന നല്ല മനുഷ്യരുണ്ടെങ്കിൽ ചുരുങ്ങിയ ഒരു ദിവസം കൊണ്ട് തന്നെ, മണിക്കൂറുകൾ കൊണ്ട് സക്രാത്ത് മുഴുവൻ കഴിഞ്ഞു പോകും. അല്ലെങ്കിൽ ചെറിയ ചെറിയ അവസ്ഥകൾ വന്നുപോയാൽ തള്ളവരളിന്റെ കാലിന്റെ പെരുവെള്ളം മുതൽ റൂഹ് പിടിക്കുമ്പോൾ അത് ഓരോ ദിവസമായി ഘട്ടം ഘട്ടമായി റൂഹ് പിടിക്കുന്ന സാഹചര്യമുണ്ട്. ആ രൂപത്തിൽ കട്ടിലിൽ കിടന്നുകൊണ്ട് വേദന സഹിച്ചുകൊണ്ട് റൂഹ് പോകുന്ന അവസ്ഥയുമുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് അങ്ങനെ അവസ്ഥ റബ്ബിനെ തരഞ്ഞില്ലാത്ത അവസ്ഥയാണ്. റൂഹിന്റെ വേദന വല്ലാത്ത വേദനയല്ലേ? ആ വേദന ദിവസങ്ങളോടെ കിടന്നിങ്ങനെ അനുഭവിക്കുന്ന അവസ്ഥ. ദുനിയാവിലെ മരണത്തെ കളിയാക്കിയവൻ, മരണത്തെ മറന്ന് ജീവിച്ചവൻ, മരണത്തെ ധിക്കരിച്ച് ജീവിച്ചവർക്ക് ആ അവസ്ഥ അദാബ് അല്ലാഹു കൊടുക്കുമെന്ന് ഹദീസ് കൊണ്ട് സത്യമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മരണത്തെ തള്ളി പറയരുത്, മരണത്തെ കളിയാക്കരുത്, മരണത്തെ കുറച്ച് കാണരുത്. മരണം ഓർമ്മ നമ്മുടെ കൂടെ ഉണ്ടാകണം. അല്ലാഹു നമുക്ക് ആഖിറത്ത് നന്നാക്കി നല്ല മൗത്ത് തരണേ അല്ലാഹ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന മൗത്ത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഈ മുഹറം മാസത്തിൽ നമ്മളോട് മരണപ്പെട്ടു പോയ ഒരു 26-27 ആളുകളുടെ മയ്യത്ത് അഭ്യർത്ഥനയുണ്ട്. മൈമൂനത്ത് ബീവി, മാരിയത്ത് ഷറഫുദ്ദീൻ സമീർ മഠം, ഫാത്തിമ ബീവി കൊല്ലം, സയ്യിദത്ത് ഷരീഫ ബീവി, യഹിയ മുസ്ലിയാർ ചെന്നൈ, തോക്ക അഹമ്മദ് മുസ്ലിയാർ കോഴിക്കോട്, ഹംസ മുസ്ലിയാർ, കുട്ടി ഹസൻ, റുഖിയ ബീവി, ഷറഫുദ്ദീൻ സാഹിബ് കൊല്ലം, സഫിയ ബീവി, ഫസലുദ്ദീൻ കൊല്ലം, നഫീസ ഹജ്ജുമ, ആയിഷ ഹജ്ജുമ, മുഹമ്മദ് യാസിൻ, ബുസ്ര ബീവി നിലാപ്പള്ളി, മുഹമ്മദ് മാലിക് കർണാടക, എ അഹമ്മദ് കുട്ടി ഹാജി, സയ്യിദ് ഉമർ കോയക്കൽ, സാറ ബീവി അലരി മലപ്പുറം, നസീർ ആലപ്പുറം, ഇബ്രാഹിം ബാക്കവി, അയ്യൂബ് സത്താബി, അബ്ദുൽ സമദ് തിരുവനന്തപുരം തുടങ്ങിയ 29ഓളം പേരുകൾക്ക് നമുക്ക് മയ്യത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. അല്ലാഹു അവരുടെ പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബർ സ്വർഗമാക്കി അനുഗ്രഹിക്കട്ടെ. ഓരോ മാസവും നമ്മൾ ഇങ്ങനെ 10-20 ആളുകൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുമ്പോൾ മുഅ്മിനീങ്ങളെ ഒരു പള്ളിയിൽ മാത്രമല്ലല്ലോ, ഇതേ പേരില്ലാത്ത പള്ളികൾ ചിന്തിച്ചു നോക്കി. എത്ര മരണങ്ങളാണ് സംഭവിക്കുന്നത്, എത്ര മരണങ്ങളാണ് സംഭവിക്കുന്നത്. നാളെ ഇതുപോലെ ഒരു പേര്
നമ്മളും ഒരു ആ ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹു കബൂലാക്കട്ടെ. അതുകൊണ്ട് നിസ്കാര ശേഷമുള്ള മയ്യത്ത് നിസ്കാരത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കും. ഒരുപാട് മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ നാളെ നമ്മൾ ജനാസ നിസ്കരിക്കാനും പള്ളി നിറഞ്ഞ ആളുണ്ടാവും. അത് അള്ളാഹു കബൂലാക്കും. അതുകൊണ്ട് കബൂലിയത്തുള്ള ഒരു അമലിന്റെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ചേർക്കും.